രാജകൽപ്പന ബലമുള്ളത്. നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ആർ ചോദിക്കും? കൽപ്പന പ്രമാണിക്കുന്നവർക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, രാജകൽപ്പന ബലമുള്ളതാണ്. നാം ഈ ലോകത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ഈ ലോകത്തിലെ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും ശ്രദ്ധിച്ചാൽ, ഒരു രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് ബലമുള്ളതാണ്. ആ കൽപ്പനയെ ജനമനുസരിക്കും. കാരണം ഇത് രാജാവിൻ്റെ കൽപ്പനയാണ്. രാജാവ് പരമാധികാരിയാണ്. രാജാവിനെ ജനങ്ങൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ഭയപ്പെടുന്നു, അനുസരിക്കുന്നു. നീ ഇതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ആരും ചോദിക്കാറില്ല. കാരണം രാജാവ് പരമാധികാരിയാണ്. പ്രിയപ്പെട്ടവരെ, രാജാവിൻ്റെ കൽപ്പനയ്ക്ക് അധികാരമുണ്ട്. രാജാവിൻ്റെ കൽപ്പന, ഉത്തരവ് നടപ്പാക്കാൻ നിയമിക്കപ്പെട്ടവരുണ്ട്. ഇത് ഈ ലോകത്തിലെ കാര്യമാണെങ്കിൽ, ഇന്നു പകൽ നിങ്ങൾ കേട്ട വചനം വിശുദ്ധ വേദപുസ്തകത്തിലെ വചനമാണ്. ഇത് രാജാധിരാജാവിൻ്റെ വചനമാണ്, കൽപ്പനയാണ്. രാജാധിരാജാവിൻ്റെ കൽപ്പന ബലമുള്ളതാണ്. കൽപ്പന പ്രമാണിക്കുന്നവർക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. എന്താണ് ദൈവം നമ്മോട് കൽപ്പിച്ചത്? യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിക്കണം. കൽപ്പനയാണ്, രാജകൽപ്പന ബലമുള്ളത്. നിങ്ങൾ ഭൂമിയിൽ ഒക്കെയും കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. പ്രിയപ്പെട്ടവരെ, രാജാതിരാജാവിൻ്റെ കൽപ്പന വന്നിരിക്കുന്നു. ഇത് ബലമുള്ളതാണ്. ഇത് നമ്മെ രക്ഷിക്കുന്ന കൽപ്പനയാണ്. എന്താണ് കൽപ്പന? ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. നാം ഓരോരുത്തരും മരിക്കേണ്ടതിന് പകരമായി യേശു മരിച്ചു. ഇന്ന് പകൽ നീ അത് വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്നുള്ള കൽപ്പന സ്വീകരിച്ച് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ രക്ഷിക്കപ്പെടും. ഇതാണ് കൽപ്പന. നമ്മെ രക്ഷിക്കുവാൻ ദൈവം അയച്ച കൽപ്പന. ഇതൊരു കൽപ്പനയാണ്. അപ്പോൾ തന്നെ ഇത് നമ്മെ രക്ഷിക്കുന്ന വചനമാണ്. യേശുവിൽ വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർ സ്നാനമേൽക്കണം. പ്രിയപ്പെട്ടവരെ, രാജകൽപ്പന ബലമുള്ളതാണ്. രാജാവിനെ ജനങ്ങൾ സ്നേഹിക്കുന്നു. രാജാവ് ഒന്നുകൂടി പറഞ്ഞു വെച്ചു, വിശ്വസിക്കാത്തവൻ, ഈ വചനങ്ങളെ തള്ളിക്കളയുന്നവൻ, ഈ വചനങ്ങളെ പുറകിലെറിഞ്ഞ് കളയുന്നവൻ, ഈ വചനങ്ങളെ നിസാരവൽക്കരിക്കുന്നവൻ ശിക്ഷാവിധിയിലകപ്പെടും. ഈ വചനം തന്നെ, ഈ രാജാവിൻ്റെ കൽപ്പന തന്നെ അവനെ ന്യായം വിധിക്കും. ഇത് ബലമുള്ളതായിരുന്നു എന്ന കാലങ്ങൾ തെളിയിക്കും. നമ്മെ രക്ഷിക്കുവാൻ യേശു ഈ താണലോകത്തിൽ വന്നു. രക്ഷയുടെ വചനം മുൻപിൽ നിൽക്കുന്നു. യേശുവിൽ വിശ്വസിക്കുക, സ്നാനമേൽക്കുക. എന്നാൽ ഇതിനെ അവഗണിച്ചാൽ
നമ്മെ രക്ഷിക്കാൻ വന്ന വചനത്തോടുകൂടെ തള്ളിക്കളയുന്നവർക്കൊരു വചനവും കൂടി രാജാവ് തന്നിട്ടുണ്ട്. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ വചനം തന്നെ നമ്മെ ന്യായം വിധിക്കും. നമ്മെ രക്ഷിക്കാൻ വന്ന വചനത്തെ ഏറ്റവും താഴ്മയോടെ നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.